കാവല് കപ്പിൾസിനെ പറ്റിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: പാല്, ബിസ്ക്കറ്റ്, ബൂസ്റ്റ്, പഴം. പൂവൻ പഴമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഇന്ന് നമുക്ക് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും മുൻപ് ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. ഇത് നാട്ടിൽ കണ്ടിട്ടില്ല. ഇത് വളരെ എളുപ്പമാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ കൈ വേദനിക്കത്തൊന്നുമില്ല. ഇത് ജസ്റ്റ് താഴെ വെച്ചിട്ട് അടിയിൽ വാഴയിലയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ തട്ടോ വെച്ച് കൊടുത്താൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് അവിടെയിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മുകളിൽ കാണുന്ന അതിൽ ജസ്റ്റ് കറക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനിപ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്കൊരു ഡിഷാണ് ഇടിയപ്പം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വേളാങ്കണ്ണി ആ ഭാഗത്തേക്ക് പോകുന്നവർ ഇത് ഉറപ്പായിട്ടും അവിടുത്തെ കടകളിലൊക്കെ ഉണ്ട്, ഇത് വാങ്ങണം. നമ്മൾ ഇതിനകത്ത് ബൂസ്റ്റും ബിസ്ക്കറ്റും പഴം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് അടിച്ച് നമ്മൾ വന്നിട്ടാണ് നമ്മൾ പാലിട്ടത്. ഇനി നമുക്ക് ഇത് അടിക്കാം. നമ്മൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. ഇത് നമുക്ക് ചെരുവത്തിലോട്ട് മാറ്റാം. കുറച്ച് തണുത്ത പാലും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഇനി ഈ പാല് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചു. കാരണം മിക്സിക്കകത്ത് കുറച്ചും കൂടി ഇതൊക്കെ ഉണ്ട്. അതൊന്നും കൂടി നമുക്കൊന്ന് യൂസ് ആകാൻ വേണ്ടി കുറച്ച് തണുത്ത പാലും കൂടെ ഒഴിച്ച് നമ്മളതൊന്നും കൂടി അടിക്കുവാണേ. ഇന്ന് എൻ്റെ മകൻ്റെ വകയാട്ടോ. എങ്ങനെയുണ്ടെന്ന് കുടിച്ച് നോക്കിയിട്ട് ഞങ്ങൾ പറയാം. ഞാൻ ഉണ്ടാക്കുന്ന കണ്ടവൻ പഠിച്ചതാണ്. ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവർക്ക് രണ്ടുപേർക്ക് ഷാർജ ഷേക്ക് അടിക്കാൻ അറിയാം. ആടി നമുക്ക് ഈ ഇതിനകത്ത് ആഡ് ചെയ്യാൻ കുറച്ച് അവല് ചൂടാക്കി എടുക്കാമേ. നല്ല ടേസ്റ്റ്. അപ്പോൾ കടിക്കാനൊക്കെ കിട്ടും. അവലും കൂടെ ചൂടാക്കി നമുക്ക് ഷേക്കിനകത്ത് യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നെയ്യ് ചേർത്താലും നല്ലതാണ്. ചിലവർക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല. നമ്മൾ ഏകദേശമൊക്കെ ആയി വരുമ്പോൾ കറണ്ട് പോയി പണി പാളി ഗൈസ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഷേക്ക് എന്ന് വെച്ചാൽ അവൽ ഷേക്കാണ് ഗൈസ്. നമുക്ക് ഇനി ഒഴിക്കാം. നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ പോണേ. ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് അടിച്ചു വെച്ച ഷാർജ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഷാർജ നമ്മൾ അടിച്ചത് ഇങ്ങോട്ട് നല്ല മധുരമൊക്കെ ഉണ്ട്.
ഇനി നമുക്ക് അവൽ അങ്ങോട്ട് ഇടാം കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ ഞാനും എൻ്റെ കുട്ടനും മാത്രമേ ഉള്ളൂ. മോള് കുടിച്ച്, ഞാനും ഉണ്ണിച്ചിനും കൂടി കുടിക്കാൻ വേണ്ടി ഒരു പ്ലാനാണ്. അവൻ്റെ ഒഫീഷ്യൽ ലൈൻ ശിവദർശനാണ്. അവന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഉണ്ണിച്ചാന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ. ഞങ്ങളിനി കുടിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാമേ. കരണ്ടില്ല, അഭിപ്രായങ്ങൾ പറയും. ഇപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഷാർജ ഷേക്ക്. മുഖം മാത്രമേ കിട്ടാവുള്ളൂ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എൻ്റെ മോനുണ്ടാക്കിയതാണ്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. കൊള്ളാം. അവലൊക്കെ ഇട്ട് മോൻ്റെ വകയാണ്. അവനാണത് എന്നോട് പറഞ്ഞു തന്നെ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. നമുക്ക് എനിക്കൊന്ന് കുടിച്ചു നോക്കട്ടെ. ഞാനൊന്ന് അഭിപ്രായം പറയാമേ. സൂപ്പർ ഗൈസ്, ഇങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.